ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പോകുന്നത്. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. തികച്ചും അവിചാരിതമായിട്ട് നമുക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടും. അങ്ങനെ ഞാൻ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ് മിസ്റ്റർ രതീഷ്. അപ്പോൾ രതീഷ് നല്ല ചുറുചുറുക്കുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ രതീഷിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോഴാണ് നമ്മളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനായിട്ടൊരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം അദ്ദേഹം വീൽ ചെയറിൽ ഇരുന്ന് ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം പ്രവർത്തന മേഖലയിൽ അതിലപ്പുറം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ രതീഷിനെക്കുറിച്ച് എനിക്ക് അറിയണമെന്ന് തോന്നി. അങ്ങനെ രതീഷിനെ ഞാൻ നേരിട്ട് ചെന്ന് കണ്ടു, കാര്യങ്ങൾ മനസ്സിലാക്കി. രതീഷ് സ്നേഹധാര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കോഓർഡിനേറ്ററാണ്. കൂടാതെ ഒരുപാട് വീൽ ചെയറിൽ ഇരിക്കുന്ന സഹോദരന്മാരും സഹോദരികളും ഈ സ്നേഹധാര ചാരിറ്റബിൾ ട്രസ്റ്റിലുണ്ട്. അവരുടെ ഒരു പരിപാടി ധ്വനി എന്ന് വിളിക്കുന്നു. ആ പരിപാടി ഡിസംബർ 3-ാം തീയതി ഭിന്നശേഷി ദിനമായ ദിവസം തിരുവല്ല തുകലശ്ശേരി എന്ന സ്ഥലത്ത് വെച്ച് രാവിലെ നടത്തുകയാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ അതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് 35 വീൽ ചെയറിൽ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാർ അവയവദാനങ്ങൾ ചെയ്യുന്നു. സമ്മതപത്രം കൈമാറുകയാണ്. തിരുവല്ല ബോധനയും തിരുവല്ല ജോയി ആലുക്കാസും പുഷ്പഗിരി മെഡിക്കൽ കോളേജും റോട്ടറി ക്ലബ്ബും സംയുക്തമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ശ്രീ അനന്തഗോപനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. കൂടാതെ പ്രമുഖരായ ഒരുപാട് വ്യക്തികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആ പരിപാടിയിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം എൻ്റെ എല്ലാവിധ ആശംസകളും കൊണ്ട് പ്രാർത്ഥനകളും അവർക്ക് നേരുകയാണ്. അപ്പം നമുക്ക് ഇപ്പം നേരത്തെ തന്നെ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നു. വീൽ ചെയർ ഇല്ലാത്ത സഹോദരന്മാർക്ക് വീൽ ചെയർ എത്തിച്ചു കൊടുക്കുക, ഇതൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഈ പരിപാടി വൻ വിജയമാക്കി നിങ്ങളെല്ലാവരും സഹകരിക്കണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കടന്നു വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട രതീഷ് അയ്യൂർ കടന്നു വരികയാണ്. ദുർഘടമായ ശാരീരികമായ അവസ്ഥകളെല്ലാം മാറ്റി ദുർഘടമായ കാലാവസ്ഥകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രതീഷ് കടന്നു വരികയാണ്. സ്നേഹധാര പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് ഇപ്പം വന്നത്. നമ്മളെ പഠന കേന്ദ്രം പ്ലാപ്പള്ളിയിലെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും നമ്മുടെ ജോയ് അലിക്കാസ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ജോയ് അലിക്കാസ് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫുഡ് കിറ്റുകളും ഫ്രൂട്ട്സും അടക്കം കുട്ടികൾക്ക് നൽകുന്നതായിരിക്കും. നമ്മളിന്ന് വെച്ച് കണ്ടത് വിശന്നിരുന്ന കുറേ കുടുംബങ്ങളെയാണ്. സ്നേഹധാര ചാരിറ്റബിൾ ട്രസ്റ്റ്. എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഗിരീജ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൗമ്യ. സ്നേഹധാര ഒരുപാട് ആളുകൾ. നമസ്കാരം, ഞാൻ സീമാജി നായർ.